ഹൂതി ആക്രമണത്തിൽ തീപിടിച്ച ബ്രിട്ടീഷ് ബന്ധമുള്ള എണ്ണക്കപ്പലിലെ 22 ഇന്ത്യക്കാരടക്കം 21 പേരെ ഇന്ത്യൻ പടക്കപ്പൽ രക്ഷിച്ചു. അമേരിക്കൻ ബ്രിട്ടീഷ് ആക്രമണത്തിന് തിരിച്ചടിയെന്ന ഹൂതി കേന്ദ്രത്തിൽ അമേരിക്കയുടെ ആക്രമണം നടന്നു. വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ ബി പി ജെയിംസ് ചേരുന്നു. ബി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. ജെയിംസിന്റെ ഈ ഹായ് ഇന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കേട്ടോ. ഓക്കെ. അപ്പോൾ ജെയിംസ്, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴേ ഏതൊക്കെയോ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. തീർച്ചയായിട്ടും എന്ത് ചോദ്യവും ചോദിക്കാം. കാരണം ജെയിംസിന്റെ പേര് ചില കോംപ്ലിമെന്റുകൾ ഉണ്ടല്ലേ. യുക്രൈനിൽ യുദ്ധം ഉണ്ടാക്കിയത് ബി പി ആണല്ലേ ആള് പറയുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും എന്ത് ചോദ്യത്തിനും യുദ്ധങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് മറുപടി പറയാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് സെൽഫി വിത്ത് പി പി എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഇട്ടാലോ? അതും കുഴപ്പമില്ല. ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ട് SKന്റെ സെൽഫിക്ക് 50 രൂപ ചാർജും ആഷ്മിയുടേതിന് 75 രൂപയും ചാർജ് ചെയ്യണം. ബി പി 100 ചാർജ് ചെയ്തു. ഓക്കെ, എന്തായാലും എല്ലാ സെൽഫി ഇന്ന് ഫ്രീ ആയിരിക്കും അല്ലേ? ഓക്കെ ബി പി, അപ്പൊ നമ്മുടെ വാർത്തകളെ ഹൂതി ആക്രമണത്തെ കുറിച്ച്. യഥാർത്ഥത്തില് ഈ ചെങ്കടൽ ഒരു വലിയ പ്രശ്നബാധിത പ്രദേശമായി മാറിയെന്ന് മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗസയ്ക്ക് ശേഷം ചെങ്കടലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതീവ അപകടകരമായ അവസ്ഥയിലേക്ക് മാറി എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് ബന്ധമുള്ള എണ്ണക്കപ്പൽ ഹൂതികൾ ആക്രമിച്ചു. അത് കടലിൽ നിന്ന് കത്തുകയാണ്. കാരണം അത് കൃത്യമായിട്ട് മിസൈൽ അടിച്ച് തകർത്തിരിക്കുന്നു എന്ന അവസ്ഥ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയുടെ ബന്ധമാണ്. അതിൽ 23 ജീവനക്കാരുള്ളതിൽ 22 പേർ ഇന്ത്യക്കാരാണ്. അത് മാർഷൽ ഐലൻഡ്സ് എന്ന പേരിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീടാണ് ബോധ്യമായത് ബ്രിട്ടീഷ് ബന്ധമുള്ള കപ്പലാണ്. അതുകൊണ്ടാണ് ഹൂതികൾ അതിനെ ആക്രമിച്ചത്. അതിന് ഹൂതികൾ പറഞ്ഞിരിക്കുന്ന വാദം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാവികസേനയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുന്നത്, അതിന് തിരിച്ചടി എന്നോണമെന്നാണ് ബ്രിട്ടീഷ് ബന്ധമുള്ള കപ്പൽ ആക്രമിച്ചത്. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള 22 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ പടക്കപ്പലാണ് വിശാഖപട്ടണം. നേരത്തെ അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പലിനെയും ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. ഈ പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുകയും ഹൂതികൾ ആക്രമണം അയച്ചുവിടുകയും ചെയ്ത ശേഷം ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യ 10ലേറെ പടക്കപ്പലുകളാണ് വിന്യസിച്ചിട്ടുള്ളത്. നിരവധി ഡ്രോണുകൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഈ പടക്കപ്പലുകളിൽ നിന്ന് അമേരിക്ക, അത് ബ്രിട്ടനും മിസൈലുകൾ അയക്കുന്നുണ്ട്. അമേരിക്ക അയക്കുന്ന ടോമഹോക്ക് മിസൈലുകളാണ് യമനിലേക്ക്. എന്തായാലും ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ചെങ്കടലിലും അപ്പുറത്ത് യമനിലും. ഓക്കെ ബി പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ വെസ്റ്റ് ഏഷ്യയിൽ സ്ഥിതി വളരെ മോശമാകുന്നതാണ് അറിയുന്നത്. നമ്മുടെ സൗത്ത് ഗസയിൽ കൂടുതൽ ആക്രമണം ഉണ്ടായി പറയുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഹൂതികളെ കുറിച്ചാണ് സംസാരിച്ചത്. അവിടെ ഹമാസാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വല്ലാത്ത രീതിയിൽ മുറുകയാണ്. അതിൻ്റെ ഒരു മരണസംഖ്യ തന്നെ കേട്ടാൽ നമ്മൾ ഞെട്ടുന്നതാണ്. 26,000 കവിഞ്ഞിരിക്കുന്നത്. നേരത്തെ 400,000 കഴിഞ്ഞ ആഴ്ച. അത് 26,000 കഴിഞ്ഞെന്ന് മാത്രമല്ല, ഏതാണ്ട് 26,500 അടുത്തെത്തുന്ന അവസ്ഥയിലാണ്. ഓരോ ദിവസവും 100 കണക്കിന് പാലസ്തീൻകാർ കൊല്ലപ്പെടുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ഇസ്രായേലിൻ്റെ 24 സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും ഇസ്രായേൽ യഥാർത്ഥ മരണസംഖ്യ വെളിപ്പെടുത്തുന്നില്ല. അവരുടെ ബന്ദികൾ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. പകുതിയോളം ബന്ദികളായി തുടരുന്നു. അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും വിജയിച്ചിട്ടില്ല. ഇസ്രായേലും ഹമാസും അവരുടെ പിടിവാശിയിൽ തന്നെ നിൽക്കുന്നു. രണ്ടു കൂട്ടരും വഴങ്ങുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഹമാസ് കീഴടങ്ങിയാലോ യുദ്ധം നിർത്തുകയുള്ളൂ. താൽക്കാലിക വെടിനിർത്തലിനുള്ള നീക്കം നടന്നെങ്കിലും ഇരുകൂട്ടരും അതിനെ അനുവദിച്ചില്ല. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അതീവ ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ ഒരു പക്ഷേ ഒരു വേദനാജനകമായൊരു വാർത്ത എന്ന് പറയുന്നത്, പാലസ്തീൻ സഹായം, അഭയാർത്ഥികളെ സഹായിക്കാനുള്ള UN ഏജൻസിയുണ്ട്. ആ ഏജൻസിക്ക് മറ്റു രാജ്യങ്ങൾ നൽകുന്ന തുക കൊണ്ടാണ് ഇവർ ഈ അഭയാർത്ഥികളെ സഹായിക്കുന്നത്. പക്ഷെ അതിന് അമേരിക്ക ഇത് ഹമാസിൻ്റെ ബന്ധം ആരോപിച്ചുകൊണ്ട് ഫണ്ട് നൽകുന്നത് നിർത്തിയിരുന്നു. അതിന് പിറകെ ഈ മണിക്കൂറുകളിൽ UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, നെതർലൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങൾ 7 രാജ്യങ്ങൾ സഹായം നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാവപ്പെട്ട ഈ പാലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കാനുള്ള ഫണ്ട് UN ഇല്ലാതെ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതൊരു വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നതാണ്. അതിന് പറയുന്ന ന്യായം, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിൻ്റെ പിറകിൽ ഈ ഇവരുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പാലസ്തീൻ UN ഏജൻസിയുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ് ഉയർത്തിയിരുന്നത്. അവരിൽ പലരും പിരിച്ചുവിട്ടു. ഇസ്രായേൽ നൽകിയ തെളിവിനെ തുടർന്നാണ് 7 രാജ്യങ്ങൾ പിൻവാങ്ങിയതെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. ഇതിനിടയിൽ ഗസയിലെ അവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണ്. റഫയിലെ
മറ്റേ ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള റഫേൽ, അതുപോലെ തന്നെ ഖാൻ യൂനിസ്, അതാണ് തെക്കൻ ഗസയിലെ ഏറ്റവും വലിയ നഗരം. അതിലാണ്ട് 10-12 ലക്ഷം ആൾക്കാരുണ്ട്. വളരെ കുറച്ച് പേര്, അതിൻ്റെ പകുതി പോലും ആൾക്കാർക്ക് തങ്ങാനുള്ള സ്ഥലമില്ല അവിടെ ജനം തെരുവിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു, രോഗം വന്ന് ആൾക്കാർ മരിക്കുന്നു, പട്ടിണിയാണ്. ഭക്ഷണം കൊണ്ടുവരാനായി ഇസ്രായേലിൻ്റെ ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ള ആരോപണമുണ്ട്. ഈജിപ്തിൻ്റെ അതിർത്തി കടന്ന് ഭക്ഷണവും മരുന്നും എത്തുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഗസ എത്തിയിരിക്കുന്നു. SK. ജെയിംസെ, മറ്റൊരു കാര്യം, ഈ ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ട കാനഡയിലെ സാഹചര്യത്തിൽ ആ അന്വേഷണത്തിലൊക്കെ തന്നെ ഇന്ത്യ സഹകരിക്കുന്നു എന്ന രീതിയിൽ കാനഡ ഇപ്പോൾ സമ്മതിച്ചു എന്ന് വാർത്ത വരുന്നു. എന്താണ് അതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ? SK ഒരുപക്ഷെ ആശ്വാസകരമായൊരു വാർത്തയാണ്. കാരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ പഠിക്കാനും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുമൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, കാരണം അവിടെ വീടുകൾ കിട്ടാനില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാനഡയുടെ ഒരു സമ്മതം വന്നിരിക്കുന്നത്. ഇതുവരെ സഹകരിക്കാതിരുന്ന ഇന്ത്യ ഈ ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്ന് കാനഡ ഇതാദ്യമായി സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം, കാനഡ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ് കാനഡ. കഴിഞ്ഞ 2023 SKN 10 ലക്ഷത്തിലേറെ വിദേശ വിദ്യാർത്ഥികൾ വന്നതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. ഏതാണ്ട് 5,60,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കാനെത്തിയത്. അതുപോലെ തന്നെ 60,000 പേർക്ക് പെർമനൻറ്റ് റെസിഡൻസിനുള്ളത് ലഭിച്ചു. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നു. ഒരുപക്ഷെ അമേരിക്കയിലും കാനഡയിലും ഇതൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു രീതി കാനഡയിലുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വല്ലാത്ത രീതിയിൽ ഇന്ത്യയെ ആകർഷിക്കുന്നുണ്ട്. 40% വിദ്യാർത്ഥികൾ ചെല്ലുന്നത് അവിടേക്കാണ്. പുതിയ നിയന്ത്രണം വന്നതോടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3,60,000 പേർക്ക് ഇനി അവിടെ പെർമിറ്റ് നൽകുള്ളൂ പഠിക്കാനായിട്ട് കാനഡയിൽ. അപ്പോൾ ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് കൂടി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. ഇന്ത്യ സഹകരിക്കുന്നുവെന്ന വാർത്ത കാനഡ പുറത്തുവിട്ടിട്ടുള്ളത്. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാവുന്നത് ഒരു തരത്തിലും ഗുണകരമല്ല. 10,000 കോടി ആണ് ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ പഠനവും മറ്റും സംബന്ധിച്ച് കാനഡയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും ഭാവിയിൽ കൂടുതൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 വർഷത്തേക്കാണ് നിയന്ത്രണങ്ങൾ എന്നാണ് കാനഡ പറയുന്നത്. എന്തായാലും കാനഡയിൽ ഈ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഏജൻസികളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയയിലേക്കാണ് കൂടുതലായിട്ട് വിദ്യാർത്ഥികളെ വിടുന്നത്. പക്ഷേ നിലവിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. SK. ജെയിംസെ, ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ജാസ്മിൻ അബ്ബാസ, എന്താണ് PP ജെയിംസ് സാറിന് സംസ്ഥാന സമ്മേളനമായിട്ട് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ? വലിയ സന്തോഷത്തിലല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ ജെയിംസ് എങ്ങനെ ചിരിക്കും അല്ലേ? നല്ല ചിരിയായിരുന്നു. അപ്പോൾ ജെയിംസ് അവിടെ തന്നെ നിൽക്കുക. നമുക്ക് ആ പാകിസ്ഥാനിലെ കാര്യം കൂടി ചോദിക്കാനുണ്ട്.